അഭിനേതാക്കളും അതുപോലെ അവതാരകരും എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തരായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ജീവയും അപർണയും വേർപിരിയുന്നെന്ന വാർത്ത വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് അപർണയുടെ നെഞ്ചിലെ ആ ടാറ്റു തന്നെയാണ്. ഒരു നാൾ ജീവയും അപർണയുടെയും വിവാഹ വാർഷിക ദിനത്തോടനുബന്ധിച്ച് അപർണ തന്റെ നെഞ്ചിൽ കുറിച്ച അക്ഷരമാണ് ലവ് ചിഹ്നത്തിൽ തുടങ്ങുന്ന ജീവയുടെ പേരിന്റെ ആദ്യ അക്ഷരം. ജെ എന്ന അക്ഷരം നെഞ്ചിൽ കുറിച്ചത് എന്നേക്കുമുള്ളൊരു സ്ഥാനം തന്നെയാണ് എന്ന് എടുത്തു പറയാം. അന്ന് തൻ്റെ നായക്കുട്ടിയായ ഗ്രേയെക്കുറിച്ചും അതുപോലെ തനിക്ക് വേണ്ട ചില കാര്യങ്ങളും ടാറ്റു രൂപത്തിലെടുത്തപ്പോൾ അപർണ നെഞ്ചിൽ കുറിച്ചത് ജെ എന്ന് തന്നെയായിരുന്നു. ഇപ്പോഴും അപർണ അത് മാറ്റിയിട്ടില്ല എന്നതാണ് സത്യം. പൊതുവെ പ്രേക്ഷകർ തമ്മിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിവാഹ വിമോചിത കേസിൽ പെൺകുട്ടിയെ പറ്റിയാണ് എന്ന് പറയാം. പെൺകുട്ടി ശരിയല്ലെന്നോ അല്ലെങ്കിൽ പെൺകുട്ടി കാരണമാണ് ഇത് ഡിവോഴ്സിലേക്ക് പോയതെന്നോ പോലും പലരും റൂമറുകളിൽ എടുത്തു പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും വളരെയധികം എല്ലാവരോടും നന്നായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന അപർണയ്ക്കൊരു നെഗറ്റീവ് പോലും ആരും പറയുന്നില്ല. ജീവയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് പോലെയാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം ഇത് വൈറലാവുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുവെന്ന് എടുത്തു പറയുന്നു. ആരാധകർക്കത് വളരെയധികം സ്നേഹമാണ് എന്ന് മാത്രമല്ല കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ കൊണ്ട് തന്നെ വളരെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് തന്നെ ഇത് മനസ്സിലാകുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കാനും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ പ്രീതി മനസ്സിലാക്കി തരാനും പറ്റുന്നു എന്നുകൂടി നമുക്ക് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുന്നത്. ഓരോ തവണയും പ്രേക്ഷകരുടെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നു. അപർണയുടെ മനസ്സിൽ അല്ലെങ്കിൽ അപർണയുടെ നെഞ്ചിൽ അപർണ അത് ടാറ്റു ചെയ്തത് വളരെയധികം സത്യസന്ധമായി തന്നെയാണ്. ഇടയ്ക്ക് പോലും പല ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിലും ജെ എന്ന അക്ഷരം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു വർഷമായി പിരിഞ്ഞു താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനോടകം ആ ജെ എന്ന അക്ഷരം മായ്ച്ചു കളയാൻ അപർണയ്ക്കാകുമായിരുന്നു. എന്നിട്ടും അപർണ അത് ചെയ്യാത്തത് തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. പോസ്റ്റിൽ ജീവ പറഞ്ഞത് എല്ലാവരെയും ആരെയും വേദനിപ്പിക്കാതെയായിരുന്നു. എന്നാൽ അപർണ സംസാരിച്ചത് ജീവയെ വളരെയധികം വേദനിപ്പിച്ചു തന്നെയാണെന്ന് കൂടി പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. എങ്കിലും അപർണയുടെ നെഞ്ചിൽ എഴുതിയിരിക്കുന്ന ജെ ഇതുവരെ മായ്ക്കാൻ തയ്യാറായിട്ടില്ല. അതുതന്നെയാണ് ഒരു നല്ല കാര്യമെന്നും ഇവർ വീണ്ടും ഒന്നിക്കുമോ എന്നുള്ള ചിന്തയുമാണ് പ്രേക്ഷകർക്ക്. എന്നാൽ ഒന്നിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ. അപർണ ജീവ ദമ്പതികൾ എന്നെന്നും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ദമ്പതികൾ തന്നെയാണ്. അവരുടെ പ്രീതി എന്നും അങ്ങനെ തന്നെ നിലനിൽക്കാനായിരുന്നു പ്രേക്ഷകർക്കും ഇഷ്ടം. അത് നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വാർത്തയാക്കി ഇതിനെ മാറ്റുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മൾ പറയേണ്ടതായി ഉണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.